കൊടുവള്ളി മുൻ MLA-യും CPM സഹയാത്രികനുമായ കാരാട്ട് റസാഖാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഇന്നിപ്പം വലിയ വിമർശനമാണ് പി ശശിക്കെതിരെ താങ്കൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ തന്നെ അത് CPM സഹയാത്രികർക്ക് യോജിക്കാനാവുന്നതല്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു പോസ്റ്റിൻ്റെ പശ്ചാത്തലം? ഇപ്പോൾ ഇന്നലെ മെനിയാന്നുമായി PV അൻവർ MLA പല കാര്യങ്ങളും തുറന്നു പറയുകയുണ്ടായി. പോലീസിൽ ഉണ്ടായിട്ടുള്ള അഴിമതികൾ, കൊള്ള, കൊല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ പിന്തുണ നൽകുന്നത്, പ്രോത്സാഹനം കൊടുക്കുന്നത്, സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഹയാത്രികർ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും മുഖവിലക്കെടുക്കുന്നില്ല. പാർട്ടിക്കാർ പറഞ്ഞാൽ മുഖവിലക്കെടുക്കുന്നില്ല. പാർട്ടിയുടെ MLA-മാർ പറഞ്ഞാൽ മുഖവിലക്കെടുക്കുന്നില്ല. എന്നാൽ വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അത് പരിഗണിക്കുകയും അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തന്നെയാണ് PV അൻവറും ഇപ്പോൾ KT ജലീലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ KT ജലീൽ ഇനി മത്സരിക്കാനില്ല, ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെ വലിയ പോരാട്ടം നയിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഇത്രമാത്രം സർക്കാർ അധികാരത്തിലിരിക്കെ ഇത്രമാത്രം പരസ്യമായി രൂക്ഷ പ്രതികരണങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ KT ജലീൽ, PV അൻവർ, അബ്ദുറഹിമാൻ, അതേപോലെ PT റഹീം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കടന്നു വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അഴിമതിയില്ലാത്ത ഒരു സംവിധാനം, ഒരു മുന്നണി, അതേപോലെ മതനിരപേക്ഷത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശശിയെ പോലുള്ള ആളുകൾ അഴിമതി നടത്തുന്ന, കൊല ചെയ്യുന്ന അല്ലെങ്കിൽ കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, കൊള്ളയടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് തുറന്ന് പറയാൻ കഴിയാതെ പോവുക? സ്വാഭാവികമായിട്ടും അല്പം മനസ്സാക്ഷി ഉള്ള ആർക്കും അത് തുറന്ന് പറയേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി നല്ല ഭരണത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ വളരെ നല്ല രൂപത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ പി ശശി വന്നതിന് ശേഷം വളരെ മോശമായ രൂപത്തിലേക്ക് ആ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും മോശമാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാരാട്ട് റസാഖായ താങ്കളാണെങ്കിലും ഒപ്പം തന്നെ KT ജലീലാണെങ്കിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ പറയാവുന്ന ഒരു സാഹചര്യമുള്ള ആളുകളാണ്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രമം പി ശശിക്കെതിരെ ഉൾപ്പെടെ നടത്തിയിരുന്നോ? എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, പ്രളയവും ദുരന്തമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം വിശ്രമമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് തുറന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുക ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ PS-നോട്, PM-മാരോടൊക്കെയാണ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യപ്പെടുക. ആ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ തന്നെ വേലി തന്നെ വിട തിന്നുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോഴാണ് കാര്യങ്ങൾ പുറം ലോകത്തോട് തുറന്ന് പറയേണ്ടി വരുന്ന ഒരു അനുഭവവും സാഹചര്യവും ഉണ്ടാവുക. ഈ ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും സമീപിക്കാവുന്ന ആളല്ല പി ശശി എന്നുള്ളത് വ്യക്തിപരമായി എന്തെങ്കിലും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയെ പറ്റി പരാമർശിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ആരും ഒരു പരാമർശം നടത്തില്ലല്ലോ.
സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളെപ്പറ്റി എനിക്ക് പരാമർശങ്ങളൊന്നും നടത്താനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളെ സമീപിച്ചിട്ടില്ല. എന്നാൽ വ്യക്തിപരമായിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഓരോ ആളുകളും തുറന്ന് പറയുക. തന്നെയുമല്ല ഇത് തുറന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലീസിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളാണ് നമ്മളൊക്കെ തുറന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരിക. കാരണം കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. കുറ്റക്കാരെ പോലീസാണെങ്കിലും ഇനി പട്ടാളാണെങ്കിലും മറ്റു മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മാറി അവരെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് PV അൻവർ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് KT ജലീലിൻ്റെ വരികൾക്കിടയിൽ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഞാനും ആവർത്തിക്കുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്നൊരു നിലപാട് സ്വീകരിക്കരുത്. P ശശി കുറ്റക്കാരെ സംരക്ഷിക്കും. ആ സംരക്ഷിച്ച് അവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും അവസ്ഥയും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാട്. ഈ PTA റഹീം ഒപ്പം തന്നെ താങ്കൾ KT ജലീൽ ഒക്കെ തന്നെ ഇടതുപക്ഷത്തോട് വലിയ അളവിൽ സ്നേഹം കാണിച്ചുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോന്നിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് തുറന്നു പറച്ചിലേക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഘടകങ്ങൾക്കകത്താണ് നടക്കാറുള്ളത്. ആ ഒരു സാഹചര്യം എങ്ങനെയാണ് സംജാതമായിട്ടുള്ളത്? അല്ല, ഇടതുപക്ഷത്തോടോ കേരളത്തിൻ്റെ ഭരണത്തോടോ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് 100% ഞങ്ങൾക്ക് അഭിപ്രായമേ ആ കാര്യത്തിലൊക്കെ ഉള്ളൂ. പക്ഷേ ചില വ്യക്തികളുടെ സമീപനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പറയാൻ കാരണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി PV അൻവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഭരണത്തോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതേപോലെ ഇടത് മുന്നണിയോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ LDFൻ്റെ മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ വിജയിച്ച് വന്ന ആളുകളല്ല. UDFൻ്റെ മണ്ഡലം പിടിച്ച് LDFന് കൊടുത്ത വ്യക്തിത്വങ്ങളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ P ശശിയെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. P ശശി മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെ നിൽക്കുകയാണ്. ഒരു നടപടി വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണം തന്നെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതല്ലേ സത്യം? അല്ല, മുഖ്യമന്ത്രിക്ക് പരസ്യ പ്രസ്താവനയോടുകൂടി നടപടി എടുക്കുകയും ചെയ്യുക, എടുക്കാതിരിക്കുകയും ചെയ്യുക. പക്ഷെ മുഖ്യമന്ത്രി കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം മനസ്സിലാക്കുമെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. P ശശിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയാൽ വീണ്ടും അധികാരത്തിൽ വരാനൊരു പ്രയാസമായിരിക്കും. എന്നാൽ P ശശിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ഇടത് സഹയാത്രികരൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നു മൂന്നാം പിണറായി സർക്കാർ കേരളത്തിലുണ്ടാകുമെന്ന്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. P ശശിക്കെതിരെ താങ്കൾ ആത്മാർത്ഥമായും ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കാനുള്ളത്. ഒന്ന്, അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ P ശശിയാണ് തെറ്റുപറ്റിയത് എന്നുള്ള തരത്തിൽ എന്താണിതിൽ കരുതുന്നത്? അല്ല, അതൊക്കെ പാർട്ടിയും മുഖ്യമന്ത്രി എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അധികാരവുമില്ല, അവകാശവുമില്ല. ഈ നിലപാട് എന്തായാലും സംഘടനയ്ക്കകത്തും അല്ലെങ്കിൽ പാർട്ടിക്ക് നിങ്ങൾക്ക് ഉന്നയിക്കാനാവുന്ന മുന്നണിക്കകത്തും എന്തായാലും തീർച്ചയായിട്ടും ഉന്നയിക്കും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചാനലുകളൊക്കെ വന്നപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ. അത് മുന്നണിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ CPIM അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ എതിരായിട്ടുള്ള ഒരു പ്രസ്താവനകളല്ല.